എല്ലാ മാന്യ പ്രേക്ഷകർക്കും മരിയ വിഷയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ വിശദമായി. പ്രിയമുള്ളവരെ, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക. നമ്മുടെ ചങ്കിന്റെ തുടിപ്പായ സിസ്റ്റർ പ്രീതിയെയും സിസ്റ്റർ വന്ദനയെയും അങ്കമാലിയിൽ വൻപിച്ച പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടക്കുകയാണ്. ബസലിക്ക റക്ടർ വെരി റവറന്റ് ഫാദർ ലൂക്കോസ് കുന്നത്തൂർ അധ്യക്ഷം വഹിക്കുന്ന സമ്മേളനത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്രാനി മെത്രാപ്പൊലീത്ത പുതിയടത്തിന് പ്രത്യേകമായിട്ട് ക്ഷണിക്കുക. പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ സഹോദരിമാരായ സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും ഛത്തീസ്ഗഡിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ അവരോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും സന്യസ്തരും അൽമായ സഹോദരങ്ങളും അൽമായ നേതാക്കളും എല്ലാവരും ഒന്നുചേരുകയാണ്. അവരുടെ വേദനയിലുള്ള പങ്കുചേരലിന്റെ അടയാളമായി കൂടിയാണ് നമ്മൾ ഈ പ്രതിഷേധ റാലിയും പ്രതിഷേധാഗ്നി സംഗമവും നടത്തുന്നത്. ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് എല്ലാവരെയും സംഘടിപ്പിക്കുവാൻ നേതൃത്വം കൊടുത്ത എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഒപ്പം തന്നെ അതിരൂപതയിലെ അൽമായ നേതാക്കളെയും സന്യസ്ത നേതാക്കളെ എല്ലാവരെയും ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കുന്നു. നമ്മുടെ സമൂഹത്തിലും രാജ്യത്തിലും ഭരണഘടന സുസ്ഥിരമായി നിലനിൽക്കണമെന്നും അത് അനുവദിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കണമെന്നും അന്യായമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നിയമപരമായ സ്വാതന്ത്ര്യം നൽകി സംരക്ഷണം നൽകി ഈ സഹോദരിമാരെ സംരക്ഷിക്കണമെന്നുമുള്ള ഉറച്ച പ്രഖ്യാപനത്തോടു കൂടിയാണ് നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ ഇപ്രകാരം ഒരു പ്രതിഷേധ റാലിയും സംഗമവും സംഘടിപ്പിക്കുന്നതിന് ഇതിന് നേതൃത്വം നൽകിയ എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്നേഹത്തോടും നന്ദിയോടും കൂടി ഓർക്കുന്നു. അപ്പോൾ എൻ്റെ പിതാവ് ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് പങ്കുചേരാനെത്തിയ എല്ലാവരുടെയും ഹൃദയവികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദേശത്ത് സമാധാനവും മതസൗഹാർദ്ദവും ഒപ്പം തന്നെ വിശ്വസിക്കാനും ആ വിശ്വാസം ജീവിക്കുവാനുമുള്ള എല്ലാ സംരക്ഷണവും ഉറപ്പുവരുത്തണമെന്ന പ്രഖ്യാപനത്തോടുകൂടി നമ്മൾ ആരംഭിക്കുന്ന ഈ റാലി എല്ലാവിധത്തിലും എല്ലാ നന്മകളും നേരുന്നു. ഇത് പങ്കുചേരുന്ന എല്ലാവർക്കും അവരുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ സഹോദരിമാർക്ക് സംരക്ഷണം ഏർപ്പെടുത്തണം, അവർക്ക് ന്യായമായ നീതി നടപ്പിലാക്കണമെന്നുള്ള ആ ഒരു പ്രഖ്യാപനത്തോടുകൂടി നമ്മുടെ ഈ പ്രതിഷേധാഗ്നി റാലി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. റാലി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വൈദികരും സിസ്റ്റേഴ്സും റാലിയുടെ ഏറ്റവും മുൻപിൽ അണിനിരക്കണമെന്ന കാര്യം പ്രത്യേകം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇടവകളിൻ്റെ കൂടെ നിൽക്കാതെ വൈദികരും സന്യസ്തരുമായിട്ടുള്ളവരും എല്ലാവരും ഏറ്റവും മുൻനിരയിലേക്ക് കടന്നു വരിക. നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. എല്ലാവരുടെ അനുവാദത്തോടു കൂടി അടിയറവത്തില്ലായ്മ പ്രഖ്യാപിച്ചുകൊണ്ട് സിസ്റ്റർ പ്രീതിയെയും സിസ്റ്റർ വന്ദനയെയും
സമ്മേളനത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി മെത്രാപ്പൊലീത്ത യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. സ്വാതന്ത്ര്യവും യാത്രാ സ്വാതന്ത്ര്യവും തീവ്രവാദ സംഘടനയ്ക്കും പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് വൈകിട്ട് 5 മണിക്ക് ചരിത്ര പ്രസിദ്ധമായ അങ്കമാലി കിഴക്കേ പള്ളിയിൽ നിന്നും ഗംഭീര സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിച്ചേരുമ്പോൾ അതൊരു മനുഷ്യ മഹാസാഗരമാക്കി മാറ്റി അധികാരികളുടെ കണ്ണുതുറപ്പിക്കുവാനും ന്യായം സ്ഥാപിച്ചു കിട്ടുവാനും എല്ലാവരും ഒറ്റക്കെട്ടായി അണിചേരുവാൻ നല്ലവരായ മുഴുവൻ നാട്ടുകാരോടും അഭ്യർത്ഥിക്കുന്നു. ഛത്തീസ്ഗഡിൽ അന്യായ തടങ്കലിലായ നമ്മുടെ ചങ്കിന്റെ തുടിപ്പായ സിസ്റ്റർ പ്രീതിയെയും സിസ്റ്റർ വന്ദനയെയും ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് അങ്കമാലിയിൽ വൻപിച്ച പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടക്കുകയാണ്. ഛത്തീസ്ഗഡിൽ വെച്ച് നിയമവിരുദ്ധവും ക്രൂരവുമായ വേദനകൾക്ക് ഇരയാകേണ്ടി വന്ന സിസ്റ്റർ പ്രീതിക്കും സിസ്റ്റർ വന്ദനയ്ക്കും അവരുടെ സന്യാസ സമൂഹത്തിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും അവർക്ക് ന്യായം സ്ഥാപിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഇന്ന് വൈകിട്ട് 5 മണിക്ക് ചരിത്ര പ്രസിദ്ധമായ അങ്കമാലി കിഴക്കേ പള്ളിയിൽ നിന്നും ഗംഭീര പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. പ്രതിഷേധ പ്രകടനം സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിച്ചേരുമ്പോൾ അതൊരു മനുഷ്യ മഹാസാഗരമാക്കി മാറ്റി അധികാരികളുടെ കണ്ണുതുറപ്പിക്കുവാനും ന്യായം സ്ഥാപിച്ചു കിട്ടുവാനും എല്ലാവരും ഒറ്റക്കെട്ടായി അണിചേരുവാൻ നല്ലവരായ മുഴുവൻ നാട്ടുകാരോടും അഭ്യർത്ഥിക്കുന്നു. ആദിവാസികളെയും കുഷ്ഠരോഗികളെയും നെഞ്ചോട് ചേർക്കുന്ന മാതൃസ്നേഹം, അനാഥരെയും ആലംബഹീനരെയും കരളിലേറ്റുന്ന കാരുണ്യ സ്പർശം നമ്മുടെ സഹോദരിമാരായ സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും തെരുവിൽ വിചാരണയും അക്രമവും നേരിടുമ്പോൾ സംഘപരിവാറിന്റെ ദാർഷ്ട്യങ്ങൾക്ക് മുൻപിൽ ഭരണകൂടം കൊണ്ടിടുമ്പോൾ പ്രിയമുള്ളവരെ പ്രതിഷേധിക്കുക, പ്രതികരിക്കുക. നമ്മുടെ ചങ്കിന്റെ തുടിപ്പായ സിസ്റ്റർ പ്രീതിയെയും സിസ്റ്റർ വന്ദനയെയും ഉടൻ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് അങ്കമാലിയിൽ വൻപിച്ച പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടക്കുകയാണ്. ബസിലിക്ക റക്ടർ വെരി റവറന്റ് ഫാദർ ലൂക്കോസ് കുന്നത്തൂർ അധ്യക്ഷം വഹിക്കുന്ന സമ്മേളനത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി മെത്രാപ്പൊലീത്ത യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ആൾക്കൂട്ട വിചാരണയുടെ മറവിലെ സംഘപരിവാർ തീവ്രവാദം അവസാനിപ്പിക്കുക,
ഇന്ത്യൻ ഭരണഘടന തരുന്ന മതസ്വാതന്ത്ര്യവും യാത്രാ സ്വാതന്ത്ര്യവും ഒരു തീവ്രവാദി സംഘടനയ്ക്കും അഭയറവത്തില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന പ്രതിഷേധ പ്രകടനം വിജയമാക്കി തീർക്കുവാൻ മുഴുവൻ നാട്ടുകാരോടും ഇന്ന് വൈകിട്ട് 5 മണിക്ക് ചരിത്ര പ്രസിദ്ധമായ അങ്കമാലി കിഴക്കേ പള്ളിയിൽ നിന്നും ഗംഭീര പ്രതിഷേധ പ്രകടനം നടത്തുന്നതാണ്. പ്രതിഷേധ പ്രകടനം സെന്റ് ജോസഫ് സ്കൂൾ മഹാസാഗരമാക്കി മാറ്റി അധികാരികളുടെ കണ്ണുതുറപ്പിക്കുവാനും സ്ഥാപിച്ചിരിക്കുവാനും എല്ലാവരും ഒറ്റക്കെട്ടായി എഴുതുവാൻ
വർഗീയ ശക്തികളെ നിങ്ങൾക്കിനിയും മാപ്പില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കനത്ത താക്കീത് നൽകിക്കൊണ്ട് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാബ്ലാനി നയിക്കുന്ന 10,000 അണിനിരക്കുന്ന പ്രതിഷേധ റാലി കടന്നു വരികയാണ്. പ്രിയ സഹോദരിമാരെ, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സംഘപരിവാർ ശക്തികൾക്കെതിരെ, വർഗീയ ശക്തികൾക്കെതിരെ കനത്ത താക്കീത് നൽകിക്കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപത കുടുംബമൊന്നാകെ അലകടലായി സാഗരം തീർത്തുകൊണ്ട് സെന്റ് ജോസഫ് വിദ്യാലയത്തിന്റെ പെരുമുറ്റത്തേക്ക് കടന്നു വരികയാണ്. മറ്റൊരു ചരിത്രം കുറിക്കുവാൻ അങ്കമാലിയുടെ മണ്ണിലൂടെ ഇതാ 10,000 ചുവട് വെച്ച് നീങ്ങിക്കൊണ്ട് കടന്നു വരികയാണ്. പ്രിയ സഹോദരിമാരെ, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ കടന്നു വരികയാണ്. വർഗീയ ശക്തികൾക്ക് നീ മാപ്പില്ല വിദ്യാലയത്തിന്റെ മുൻപിലേക്ക് പ്രതിഷേധ റാലി ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ നമ്മളുടെ പ്രകടനം ഈ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുകയാണ്.
എത്തിച്ചേരുന്നതാണ്. എന്നാലും നമ്മൾ പൊതുയോഗം ആരംഭിക്കുകയാണ്. പൊതുയോഗത്തില് കഴുകേണമേ ഞങ്ങളെ കാറ്റും കടലും അനുസരിച്ചു നിന്റെ കാൽച്ചുവട്ടിൽ ലോകം വിറപൂണ്ടു. കാറ്റും കടലും അനുസരിച്ചു നിന്റെ കാൽച്ചുവട്ടിൽ ലോകം വിറപൂണ്ടു. നമ്മളേറെ വിഷമത്തോടു കൂടിയും അതിനേക്കാളേറെ ആശങ്കയോടു കൂടിയുമാണ് ഇന്നിവിടെ ഒരു പ്രതിഷേധ പ്രകടനമായി ഇന്നിവിടെ രൂപം കൊണ്ടിട്ടുള്ളത്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഈ നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിയാവുന്ന, അങ്കമാലിയുടെ മണലാരുണ്യങ്ങളിലൂടെ ചവിട്ടി വളർന്ന, നമ്മൾ വളർത്തി, നമ്മൾ വലുതാക്കി ഈ സഭയുടെ ആതുര ശുശ്രൂഷ രംഗത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു കന്യാസ്ത്രീ അടക്കം 2 പേര് ഉത്തരേന്ത്യയിൽ കിരാതമായ സംഘപരിവാർ ശക്തികളുടെ ഭരണകൂട ഭീകരതയ്ക്ക് ഇരയായി കൽത്തുറങ്കിൽ അടയ്ക്കപ്പെട്ടിരിക്കുക. നമുക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഇതൊരു പുതുമയല്ല. ഈ കഴിഞ്ഞ നാളുകളിൽ 2 രക്തസാക്ഷികളെ സംഭാവന ചെയ്ത മണ്ണാണ് എറണാകുളം അങ്കമാലി അതിരൂപത എന്നുള്ളത് മറക്കേണ്ടതില്ല. കാരണം പുല്ലുവഴി എന്ന ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് റാണി മരിയ സിസ്റ്ററെയും അതുപോലെ തന്നെ നഗരപരാന്തികയിൽ എറണാകുളത്ത് നിന്ന് വത്സ ജോൺ എന്ന് പറയുന്ന മറ്റൊരു സന്യാസിയെയും ബലി കൊടുക്കാൻ സന്മനസ്സു കാണിച്ച ഒരു മണ്ണും ഒരു രൂപതയുമാണ് എറണാകുളം അങ്കമാലി അതിരൂപത. അതുകൊണ്ട് തന്നെ 2 കന്യാസ്ത്രീമാരെ കൽത്തുറങ്കിൽ അടച്ചത് കൊണ്ട് നമുക്ക് ആതുര ശുശ്രൂഷ രംഗത്ത് നിന്ന് പിന്മാറും എന്ന് നിങ്ങൾ ആരും കരുതേണ്ടതില്ല. കാരണം ഇത് അങ്ങനെ സ്ഫുടം ചെയ്തെടുത്ത, അങ്ങനെ വളർന്ന് പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം സഹായിക്കുവാനും അനുകമ്പ അർഹിക്കുന്നവർക്ക് അനുകമ്പ പ്രതിദാനം ചെയ്യുവാനും സന്മനസ്സു കാണിക്കാൻ പക്കതായൊരു മണ്ണ് രൂപപ്പെടുത്തിയെടുത്ത പൂർവികർ പടുത്തുയർത്തിയ ഒരു മണ്ണാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മണ്ണും സന്യസ്ത സമൂഹവും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഉത്തരേന്ത്യയിൽ കാണിച്ചു കൂട്ടുന്ന ഭരണകൂട ഭീകരത എന്ന് പറയുന്നത് നിലയ്ക്ക് നിർത്തുവാനും ഒരു രീതിയിൽ കേക്കും വൈനുമായി ഞങ്ങളുടെ രൂപതാന്തരങ്ങളിലും വൈദികരുടെ അടുത്തുമൊക്കെ നിരന്തരം കയറി വരികയും താലോലിക്കുകയും പരിപാലിക്കുകയും എന്നുള്ള ഭാവേന വരുന്ന നിങ്ങളുടെ ദ്വൈമുഖങ്ങളെ തിരിച്ചറിയുകയാണ് ഞങ്ങൾ. കാരണം ഈ ഇന്ത്യ രൂപപ്പെട്ടത്, ഈ കേരളം രൂപപ്പെട്ടത് സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് ആരെക്കാളും അവകാശപ്പെടാവുന്ന ക്രിസ്തീയ സഭയ്ക്ക് എന്നും നെഞ്ചുറപ്പോടുകൂടി പറയാം,
ഈ ഇന്ത്യ ഇന്നാകുന്ന ഇന്ത്യയായി രൂപപ്പെട്ടത്, ഈ കേരളം കേരളമാകുന്ന മണ്ണായി രൂപപ്പെട്ടത് ഈ ക്രിസ്തീയ സമൂഹത്തിൻ്റെ വലിയൊരു സംഭാവനയുടെ ഭാഗമായിട്ടാണ്. 10 പേരും 8 പേരും ഒക്കെ ജന്മം കൊടുത്ത കുടുംബങ്ങളിൽ നിന്ന് സന്യാസിമാരെ, വൈദികരെ ഞങ്ങൾ തന്നൊരു കാലഘട്ടത്തിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ല. 2ഉം 3ഉമായ അണുകുടുംബങ്ങളിൽ നിന്നും ഇപ്പോഴും ഞങ്ങളുടെ പൊന്നോമനകളെ, ഞങ്ങളുടെ ചങ്കില റോസാപുഷ്പങ്ങളെ നിങ്ങളുടെ ദൈവവിളി എന്ന പേരിൽ ഞങ്ങൾ തരുമ്പോൾ ഇവിടെ അവഗണിക്കപ്പെട്ടു പോയിട്ടുള്ള ആദിവാസി സമൂഹം, ഇവിടെ നിരാലംബരായി നിൽക്കുന്ന പാവപ്പെട്ട സമൂഹങ്ങൾ, ഉത്തരേന്ത്യൻ മണ്ണുകളിൽ ഭക്ഷ്യവസ്തുക്കൾ എറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ, മലവിസർജ്യങ്ങൾ നടത്തുന്ന സ്ഥലങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വിവസ്ത്രങ്ങളായി നോക്കി നിൽക്കുന്ന ബാല്യങ്ങളെ കണ്ടുകൊണ്ട് ആ ബാല്യങ്ങളെ സഹായിക്കാൻ, കുഷ്ഠരോഗികളെ സഹായിക്കാൻ, നിരാലംബരായവരെ സഹായിക്കാൻ, ആദിവാസി സമൂഹത്തിന്റെ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവരെ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് എത്തിക്കുവാൻ അങ്ങനെ യക്ഷീണം പ്രവർത്തിക്കുന്ന ഈ പറഞ്ഞ സന്യാസി സമൂഹം എന്ന് പറയുന്നത് ആരാരുമില്ലാത്തവരല്ല. അവർ ഈ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടവരല്ല. ഈ നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞുകൊണ്ട്, ഈ നാടിൻ്റെ പരിപാലനങ്ങൾ ഏറ്റുകൊണ്ട് തന്നെയാണ് അവർ ഉത്തരേന്ത്യൻ മണ്ണികളിൽ ഈ ഇന്ത്യയെ പടുത്തുയർത്തുവാൻ, ഇന്ത്യയാകുന്ന ഇന്ത്യയെ ഈ രൂപപ്പെടുത്തിയെടുക്കുവാൻ തക്കതായ ഒരു പിന്തുണ നൽകിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ മുക്കും മൂലയിലും ഈ സന്യാസി സമൂഹം പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടുന്ന് BJPയുടെ പ്രതിനിധിയായി പാർലമെന്റിൽ ചെന്നവരെക്കാളും നിയമസഭയിൽ ചെന്നവരെക്കാളും പ്രാതിനിധ്യം BJP ഗവൺമെന്റ് പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി ഭാരവാഹികൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഛത്തീസ്ഗഡിൽ ചെന്ന് ചർച്ച നടത്തിയ ആൾ പറയുന്നു, ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനം ഇതൊരു വേറെ ലെവലാണ്. അത് ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ സന്യസ്തർക്കറിയാം. അതുകൊണ്ടാണ് അവിടെ അവർ ഒരു കൈത്താങ്ങായി നിലനിൽക്കുന്നത്. അവർ പറയുന്നു, ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഏരിയയല്ല ഈ ഛത്തീസ്ഗഡിന്റെ ഈ പ്രശ്നബാധിത പ്രദേശങ്ങൾ, അത് ഡാർക്ക് ഏരിയയാണ്. അതേ സമയത്ത് തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നു, ഇന്ത്യയുടെ മുക്കും മൂലയും ഞങ്ങളുടെ സംരക്ഷിത വലയത്തിലാണ് എന്ന്. അപ്പോ നമ്മളൊന്ന് മനസ്സിലാക്കണം, ന്യൂനപക്ഷ ഭീകരതയെ നമ്മൾ എങ്ങനെ വെറുക്കുന്നുവോ അതുപോലെ തന്നെ ഭൂരിപക്ഷ ഭീകരതയെയും നമ്മൾ വെറുക്കേണ്ടതുണ്ട്, നമ്മൾ തള്ളി പറയേണ്ടതുണ്ട്. ഈ രാജ്യത്തിന് ന്യൂനപക്ഷ ഭീകരതയും ഭൂരിപക്ഷ ഭീകരതയും ഒരുപോലെ ആപത്താണ് എന്ന് വിളിച്ചോതിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ മഹാറാലി ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ 2 കന്യാസ്ത്രീമാർ കൽത്തുർക്കിൽ അടയ്ക്കപ്പെടുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ആതുര ശുശ്രൂഷ രംഗത്ത് നിന്നോ, നമ്മൾ ഇന്ത്യയെ പടുത്തുയർത്തുവാൻ, ഭാരതത്തെ പടുത്തുയർത്തുവാൻ, ഈ കേരളത്തെ പടുത്തുയർത്തുവാൻ വിദ്യാഭ്യാസ മേഖലയിൽ, ആതുര ശുശ്രൂഷ മേഖലയിൽ, ആദിവാസി മേഖലയിൽ, ആരാരുമില്ലാത്തവരുടെ മേഖലകളിൽ, നമ്മുടെ ശിശുപരിപാലന രംഗങ്ങളിൽ നമ്മൾ ഇനിയും കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശുഷ്കാന്തി നിലനിർത്തിക്കൊണ്ട് തന്നെ ഭരണകൂടം അനുശാസിക്കുന്ന നിയമങ്ങൾ നമുക്ക് അനുവദിച്ചു തരണമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞ 2 കന്യാസ്ത്രീമാരെ എത്രയും വേഗം കൽത്തുറങ്കിൽ നിന്ന് പുറത്തുവിട്ടോ ഭരണകൂട ഭീകരത തുറന്നു കാണിക്കുന്ന സമൂഹത്തിന് മുമ്പിൽ പ്രതികരിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ഊർജ്ജസ്വലമായി നമ്മുടെ ഈ മേഖലകളിൽ നമുക്ക് നമ്മുടെ അമ്മമാരായ, നമ്മളുടെ പൊന്നോമനകളായ കന്യാസ്ത്രീമാരെയും അതുപോലെ തന്നെ നമ്മുടെ വൈദിക ശ്രേഷ്ഠന്മാരെയും നമ്മുടെ കരവലയങ്ങളിൽ സുരക്ഷിതമായി പിടിക്കേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ സമരാഗ്നിയിലേക്ക് കടന്നു വന്ന വിശിഷ്ടാതിഥികളായ അഭിമന്യ പിതാവ്, നമുക്ക് ഏവർക്കും അറിയാം, ചുരുങ്ങിയ കാലം കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മനസ്സും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേരായ പോരാട്ട ഭൂപടത്തിൽ നിങ്ങൾ തെളിയിച്ച തേര് ശരിയാണെന്ന് പറയാൻ സന്മനസ് കാണിച്ച അഭിമന്യ പിതാവിനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ സമരാഗ്നിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷത അലങ്കരിക്കുന്നത് അഭിമന്യ നമ്മുടെ അങ്കമാലിയുടെ റെക്ടർ വലിയ ബഹുമാന്യനായ ലൂക്കോസ് കുന്നത്തൂർ അച്ഛനാണ്. അച്ഛനെ നമുക്ക് ഏവർക്കും അറിയാം, വളരെ കാർക്കശ്യത്തോടുകൂടി നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ലൂക്കോസ് കുന്നത്തൂർ അച്ഛന് നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ സമരാഗ്നിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് നമ്മുടെ മുണ്ടാടൻ അച്ഛനാണ്. അങ്കമാലിക്ക് പ്രത്യേകിച്ചും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വസന്ത കാലഘട്ടത്തിൽ
അതിന് തേരുതെളിക്കാൻ ശ്രമിച്ച, അതിന് മുൻപന്തിയിൽ നിന്ന വൈദിക സമിതിയുടെ സെക്രട്ടറി കുര്യാക്കോസ് മുണ്ടാണച്ചന ഈ സമരാഗ്നിയുടെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുക. അടുത്ത നമ്മുടെ ഫോട്ടോസെഞ്ചുലിയോസ് ജിമ്മി പൂച്ചക്കാട്ട് അച്ഛനും അങ്കമാലിയിൽ പരിചിതമാണ്. അങ്കമാലിയിൽ വികാരിയായിരുന്നു കൊണ്ട് ഈ മണ്ണിനെ സ്നേഹിച്ച നമ്മുടെ പ്രിയങ്കരനായ ജിമ്മി പൂച്ചക്കാട്ട് അച്ഛനെയും ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുക. നമ്മുടെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സിസ്റ്റർ മെറിൻ CMC സമൂഹത്തിൽ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് വളർന്നു വന്നു ആതുര ശുശ്രൂഷ രംഗത്ത് കേരളത്തിൽ ഇന്നറിയപ്പെടുന്ന സിസ്റ്റർ മെറിൻ ഇന്നിവിടെ നമ്മോട് 2 വാക്ക് സംസാരിക്കാൻ എത്തിയിട്ടുണ്ട്. സിസ്റ്റർ മെറിനെയും ഈ സമരാഗ്നിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ഇന്ന് കൽത്തുറങ്കിൽ അടയ്ക്കപ്പെട്ടിട്ടുള്ള സന്യാസി സമൂഹത്തിൻ്റെ പ്രതിനിധിയായി നമ്മുടെ വേദിയിലേക്ക് എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരിയായ ഈ മഠത്തെ പ്രതിദാനം ചെയ്യുന്ന പ്രിയപ്പെട്ട വളരെയേറെ ദുഃഖത്തോടും സങ്കടത്തോടും കൂടിയാണ് ഇന്നിവിടെ ഈ സദസ്സിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ എത്തിയിട്ടുള്ളൂ. പ്രിയപ്പെട്ട സിസ്റ്ററെ, വളരെയേറെ ദുഃഖവും സങ്കടവും അടക്കിക്കൊണ്ടാണെങ്കിലും പ്രതിഷേധ അഗ്നിയിലേക്ക് കടന്നു വന്ന സിസ്റ്ററെ ഹാർദവുമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയിൽ ഒരു വനിതാ സാന്നിധ്യമുണ്ട്. ഇന്ന് കൽത്തുറങ്കിൽ അടയ്ക്കപ്പെട്ട സിസ്റ്ററുടെ സഹോദരൻ്റെ ഭാര്യയാണ് നമ്മളുടെ ഈ സദസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. സഹോദരിയെ വളരെ ഈ സമയങ്ങളിൽ ഞങ്ങൾ വളരെയേറെ അഭിനന്ദിക്കുക. കാരണം ധീരമായൊരു പോരാട്ടത്തിന് ചുവട് വെച്ചിറങ്ങിയപ്പോൾ അതിനുജ്വലമായ പിന്തുണ കൊടുത്ത് കുടുംബത്തിൽ നിന്ന് വലിയ പിന്തുണ കൊടുത്തുകൊണ്ട് ഇന്നും ഒപ്പം നിൽക്കുന്ന സഹോദരിയെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ സമരാഗ്നിയുടെ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ രൂപതയിൽ നിരവധിയാകുന്ന ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള അൽമായ മുന്നേറ്റവും അതിൻ്റെ പ്രസിഡന്റ് ഷൈജു ആന്റണി അടക്കമുള്ള KCYM-ൻ്റെയും CML-ൻ്റെയും CLC-യുടെയും ഹ്യൂമൻ വെൽഫെയറിൻ്റെയും മറ്റു ഭക്തസംഘടനകളുടെയും എല്ലാം പ്രതിനിധികൾ ഈ വേദിയിലുണ്ട്. ഈ വൈകിയ വേളയിൽ ഞാൻ പേരുകൾ സൂചിപ്പിക്കുന്നില്ല. എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് ഈ സമരാഗ്നിയിൽ ഈ ചുരുങ്ങിയ സമയത്ത് ഇവിടെ എത്തിച്ചേരുവാൻ സന്മനസ് കാണിച്ച മുഴുവൻ വൈദികരെയും സന്യസ്തരെയും അതുപോലെ തന്നെ നമ്മുടെ രൂപതയുടെ കൂരിയാംഗങ്ങളായ റവറൻഡ് ഡോക്ടർ ജോസ് പുതിയടത്ത്, നമ്മുടെ ചാൻസലർ അച്ഛൻ വാഴക്കളച്ചൻ, ആൻഡോ ചെറാതുരുത്തി അച്ഛൻ, അതുപോലെ തന്നെ മുൻ വികാരി ജനറൽമാരായിട്ടുള്ള വർഗീസ് പൊട്ടേക്കനച്ഛൻ, JK പാലിക്കാപ്പള്ളി അച്ഛൻ, ഇവരെ എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇവിടെ കടന്നു വന്ന എല്ലാവരെയും ഇന്ന് നമ്മൾ ഓരോരുത്തരും ഈ സിസ്റ്റേഴ്സ്മാരായി മാറുകയാണ് വരുന്ന ആളുകളിൽ. ഇവരെല്ലാവരെയും ഇന്നിവിടെ വന്ന എല്ലാവരെയും വളരെയേറെ സന്തോഷത്തോടു കൂടി ഈ സമരാഗ്നിയുടെ സംഘാടക സമിതിക്ക് വേണ്ടി ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ജയ് ക്രൈസ്റ്റ്. നമ്മുടെ അതിരൂപതയുടെ പ്രതിസന്ധി അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലായിരിക്കുമ്പോൾ എന്താകും, എങ്ങനെയാകും എന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നീറുന്ന ഒരു വേദനയായി നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയപ്പോൾ അവസാനം നമുക്ക് ലഭിച്ച ഒരു ആശ്വാസത്തിൻ്റെ തുരുത്താണ് അഭിവന്ദ്യ ജോസഫ് പാമ്പ്ലാനി പിതാവ്. കാരണം നിങ്ങൾക്കറിയാൻ ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് പ്രിയ പിതാവേ, എന്തുകൊണ്ട് ഈ അങ്കമാലിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഈ പ്രതിഷേധാഗ്നി ഇങ്ങനെ കത്തി ഉയരുന്നു എന്ന് ചോദിച്ചാൽ ഒരു കാര്യം, അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്ന് പറയുന്ന സിസ്റ്റർ മേരി ദീപ്തിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും ഉൾക്കൊള്ളുന്ന ഈ കോൺഗ്രിഗേഷൻ
ഈ അതിരൂപതയിൽ ജനിച്ച ഒരു കോൺഗ്രിഗേഷനാണ്. അതുപോലെ നമ്മുടെ തൊട്ടടുത്ത് എളവൂരിലുള്ള മാളിയേക്കൽ കുടുംബാംഗമാണ് മേരി ദീപ്തി സിസ്റ്റർ. സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അഭിവന്ദ്യ പാമ്പ്ലാനി പിതാവിൻ്റെ തലശ്ശേരി രൂപതാംഗമാണ്. അങ്ങനെ പാമ്പ്ലാനി പിതാവ് 2 രൂപതയും ആയി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ 2 മുറിവുകൾ പിതാവിന് ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ മുറിവുകൾ അത് ദൈവത്തിൻ്റെ വഴിയാണ്. കാരണം രക്തസാക്ഷികളുടെ നിണം വീണ് വളർന്ന ഒരു സഭയാണ് ക്രൈസ്തവ സഭ. അപ്പോൾ ആ രക്തസാക്ഷികളെ സഭയ്ക്ക് നൽകിയിട്ടുള്ള റാണി മരിയെയും ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സിസ്റ്റർ വത്സയെയും ഒക്കെ നമ്മൾ ഓർക്കുന്നു. അവരുടെ പാതയിലാണ് ഈ മേരി ദീപ്തി സിസ്റ്ററും ഈ വന്ദന ഫ്രാൻസിസ് സിസ്റ്ററും. പ്രിയമുള്ളവരെ, നമ്മുടെ ചങ്ക് പിടയ്ക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല. എന്നെ മാധ്യമങ്ങളെ വളരെ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കുമ്പോൾ ഈ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ അന്ന് നടന്ന സംഭവം നമുക്കറിയാം. ബജ്രംഗ് ദൾ എന്ന് പറയുന്ന റാണി മരിയ സിസ്റ്ററെ കൊന്ന ഒരു സംഘടനയാണത്. അത് ഈ സംഘ് പരിവാറിൻ്റെ പോഷക സംഘടനയാണ്. അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ഞാൻ വിവരിക്കുന്നില്ല, അതിനുള്ള വേദിയല്ല ഇത്. പക്ഷേ അവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു ഹൈന്ദവ രാജ്യം ഇവിടെ കെട്ടിപ്പടുക്കുക. അപ്പോൾ അതിലേക്ക് ലക്ഷ്യം വെച്ച് അതിൻ്റെ പോഷക സംഘടനകൾ എല്ലാവരും, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും കൂടി കാണിച്ചു കൂട്ടുന്ന വികൃതമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ജനാധിപത്യ രാജ്യത്തിൽ, ഈ മതേതര രാജ്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും നമ്മുടെ മനസ്സ് നീറുന്നതും. അപ്പോൾ ഈ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ അന്ന് നടന്ന സംഭവത്തിൽ നമുക്കറിയാം, ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ഈ ബജ്രംഗ് ദൾ പ്രവർത്തക ആ സിസ്റ്റേഴ്സിൻ്റെ കൂടെയുള്ള പെൺകുട്ടികളെ കരണത്തടിക്കുന്നുണ്ട്. അങ്ങനെ കരണത്തടിച്ച് പെൺകുട്ടികള് അവരുടെ യഥാർത്ഥത്തിൽ പറയേണ്ട മൊഴിയൊന്നുമല്ല കൊടുത്തത്, അവരെ ഭീഷണിപ്പെടുത്തിയ മൊഴിയാണ് FIRലുള്ളത്. എന്നിട്ട് ഈ കുട്ടികളെ റിലീസ് ചെയ്തു. നമുക്കറിയാം, വന്ദന സിസ്റ്ററും മേരി ദീപ്തി സിസ്റ്ററും അതുപോലെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യനുമാണ് അല്ലെങ്കിൽ പുരുഷനുമാണ് ജയിലിൽ. മറ്റ് 3 കുട്ടികളെ പറഞ്ഞയച്ചു. അവരുടെ വീടുകളിൽ ചെന്നപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൻ്റെ ഒരു പത്രപ്രവർത്തകൻ അവരെ ഇന്റർവ്യൂ ചെയ്യാൻ പോയി. അപ്പോൾ അതിലൊരു പെൺകുട്ടി പറഞ്ഞത് എന്താണെന്നറിയോ? അവർ നിരപരാധികളാണ്, അവരെ വിട്ടയക്കണം. കാരണം ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ഈ ക്രൂരയായ സ്ത്രീ ഞങ്ങളുടെ കരണത്തടിച്ചപ്പോൾ, ഞങ്ങളെ ദേഹോപദ്രവം ചെയ്തപ്പോൾ ദീപ്തി സിസ്റ്ററും വന്ദന സിസ്റ്ററും പറഞ്ഞത്, ഞങ്ങളുടെ ഈ മക്കളെ നിങ്ങൾ തല്ലരുത്, ഞങ്ങളെ തല്ലിക്കോളൂ. പ്രിയമുള്ളവരെ, അതാണ് സിസ്റ്റേഴ്സിന്റെ മനസ്സ്. ഞങ്ങളുടെ കുട്ടികളെ തല്ലരുത്, ഞങ്ങളെ തല്ലിക്കോളൂ എന്ന് പറയുന്ന ആ ആർജവമുണ്ടല്ലോ, അത് ക്രിസ്തുവിന്റെ ആർജവമാണ്. അതാണ് ആ സിസ്റ്റേഴ്സ് ഇന്ന് അവിടെ ജയിലിൽ കിടക്കുമ്പോഴും എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി വേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ കാര്യം ഓർക്കണം. എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞത് എന്താണെന്നറിയോ? എനിക്ക് 4 സഹോദരിമാരുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എനിക്ക് കിട്ടുന്ന വെറും 250 രൂപ കൊണ്ട് എൻ്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഒരു ദിവസം പണിക്ക് പോയാൽ കിട്ടുന്നത് 250 രൂപയാണ്. നിങ്ങൾ നോക്കണം, ഛത്തീസ്ഗഡ്, പുരോഗമനം, മേക്ക് ഇൻ ഇന്ത്യ, ഇതൊക്കെ പറയുന്ന ഈ സംസ്ഥാനങ്ങൾ, ഏത് പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനം നമുക്കറിയാം. അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ദിവസത്തെ കൂലി പാവപ്പെട്ടവന് കിട്ടുന്ന 250 രൂപയാണ്. അത് ആ 250 രൂപയിൽ നിന്നും മെച്ചപ്പെട്ട ഒരു ജോലി, ഒരു മാസം 10,000 രൂപ, അക്കോമഡേഷൻ, ഭക്ഷണം, എൻ്റെ കുടുംബത്തെ പുലർത്താനായിട്ടുള്ള വക എനിക്ക് കിട്ടുന്നറിഞ്ഞപ്പോൾ ഞാൻ ബോധപൂർവം എൻ്റെ മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടി പോയതാണ്. അതുകൊണ്ട് അവർ നിരപരാധികളാണ്, അവർ ഞങ്ങളെ രക്ഷിക്കാൻ വന്ന മാലാഖമാരാണ്. ആ മാലാഖമാരെയാണ് നിങ്ങൾ ജയിലിൽ തുറങ്കലിൽ അടിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, മാലാഖമാരായിട്ട് നമ്മുടെ പെങ്ങന്മാർ, ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ എത്ര സിസ്റ്റേഴ്സ്, പെങ്ങന്മാർ, അനുചിത്തിമാർ, ചേച്ചിമാർ ഈ ഉത്തരേന്ത്യയിൽ ഇവിടെ ഷിജോ മാത്യു സൂചിപ്പിച്ചതുപോലെ നരകതുല്യമായിട്ട് ജീവിക്കുന്ന ഈ പുരോഗമന രാജ്യം, നമ്മൾ പുരോഗതിയെ കുറിച്ച് നമ്മുടെ കേന്ദ്ര സർക്കാർ പറയുന്നതിന് എന്തുമാത്രം പൊളിവചനമാണിത്.
പൊളിവചനം അത് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ നമുക്ക് കാണാം. നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന്റെ മന്ത്രിമാരുൾപ്പെടെ അവിടെ പോയി. ഞാൻ തൊട്ട് പോരുന്നതിനേക്കാളും മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട അങ്കമാലിയുടെ MLA റോജി മാത്യുവിനെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞതെന്നറിയോ, 53 സിസ്റ്റേഴ്സിനെ ഇന്നലെയും കണ്ടു, ഈ ദിവസങ്ങളിലൊക്കെ കണ്ടു. ഇവിടെ മഞ്ജു ഇരിക്കുന്നുണ്ട്, ഇവരുടെ കുടുംബക്കാരും അവിടെ ഉണ്ട്. അപ്പോൾ പറയാം, എല്ലാ ദിവസവും ഞങ്ങൾ പോയി സന്ദർശിച്ചു വച്ച 53 ജയിൽവാസികൾ ഒറ്റ മുറിയിൽ കിടന്നുറങ്ങുന്ന രംഗം, ചങ്ക് തകർക്കുന്ന രംഗമാണ് പ്രിയമുള്ളവരെ. അത് അവർക്ക് വേണ്ടിയിട്ടാണ്, ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട്. മതം നോക്കാതെ, ജാതി നോക്കാതെ, ആദിവാസിയാണോ ദളിതനാണോ ഒന്നും നോക്കാതെ മനുഷ്യരെ മനുഷ്യരാക്കാൻ വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിച്ച സന്യാസിനികൾ എത്രയോ പേരുണ്ടെന്നറിയോ. അവർക്ക് ഇവിടെ കുടുംബത്തിൽ ഒന്നും കഴിക്കാനില്ലാത്തവരൊന്നുമല്ല. അവർ നല്ല നല്ല കുടുംബങ്ങളിൽ നിന്നും സുന്ദരമായിട്ട് ജീവിക്കാവുന്ന സാഹചര്യങ്ങളുള്ളവരാണ്. എന്നിട്ടും അവർ പോയിരിക്കുക ഈ ചെളിക്കുണ്ടിലേക്ക്. എന്തിനാണ്? ഈ മേക്കിംഗ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതിനപ്പുറത്ത് ഈ മേക്കിംഗ് ഹ്യൂമൻ ബീയിങ്, അതാണ് മേക്കിംഗ് ഹ്യൂമൻ ബീയിങ്. ദൈവം ഈശ്വരൻ സൃഷ്ടിച്ച മനുഷ്യനായിട്ട് ജീവിക്കണം. വിശുദ്ധ ഇരണീമോസ് പറയുന്നത് പോലെ സജീവനായ മനുഷ്യനാണ് ദൈവത്തിന്റെ മഹത്വം. The glory of God, the man fully alive. എവിടെയൊക്കെ മനുഷ്യന് ജീവൻ നഷ്ടപ്പെടുന്നുവോ, എവിടെയൊക്കെ മനുഷ്യന് കുഷ്ഠം ബാധിച്ചിരിക്കുന്നുവോ, എവിടെയൊക്കെ മനുഷ്യന് അന്ധത, ബ്ലൈൻഡ് സ്കൂൾ, നീർപ്പാറയിലെ, അതുപോലെ തന്നെ കാളകെട്ടി, ഇതൊക്കെ നമുക്ക് പരിചയമുള്ള ASMI സിസ്റ്റേഴ്സ് നടത്തുന്ന അങ്ങനെ എത്രയോ സിസ്റ്റേഴ്സ് മനുഷ്യനല്ലാതായി മാറിയെടുത്ത് ഈ മാലാഖമാർ ചെന്ന് പ്രവർത്തിക്കുന്നു. ആ മാലാഖമാരെയാണ് ഇവർ നരകത്തിയിലേക്ക് ആക്കുന്നത്. പക്ഷേ ഞങ്ങൾ പിന്മാറുകയില്ല, ക്രൈസ്തവർ പിന്മാറുകയില്ല. ഈ സുവിശേഷവൽക്കരണത്തിന്റെ മനുഷ്യനെ മനുഷ്യനാക്കുന്ന പ്രക്രിയയിൽ നിങ്ങൾ ഞങ്ങളുടെ സഹോദരിമാരെയും സഹോദരന്മാരെയും കൊന്നു കുഴിച്ചു മൂടിയാലും ക്രൂശിതനായ കർത്താവ് അന്ന് കാൽവരി മലയിൽ 3 ആണികളിൽ തൂങ്ങി മരിച്ച ക്രിസ്തുവാണ് ഞങ്ങളുടെ രക്തം. ആ രക്തം ഉണ്ടെങ്കിൽ ഇവിടത്തെ ക്രൈസ്തവർ ഇനിയും മനുഷ്യരെ മനുഷ്യനാക്കുന്ന പ്രക്രിയ തുടരും എന്ന് ഈ സർക്കാരുകളോടെല്ലാം പറഞ്ഞു. ഇവിടെ സർക്കാരുകൾ ഏത് ഭരിക്കുന്നതല്ല, ജനാധിപത്യം മതേതര രാജ്യമാണ്. ഈ മതേതര രാജ്യത്തിന്റെ ഭരണാധികാരികൾ കണ്ണു തുറക്കണം. വെറുതെ അതും ഇതും പറഞ്ഞ് മനുഷ്യനെ പറ്റിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ സിസ്റ്റർ മേരി ദീപ്തിയോടും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനും അവർ ഇന്ന് രാത്രി ആ 53 പേരോടൊപ്പം ആ നിലത്ത് കൊതുകടി കൊണ്ട് പായിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ, പ്രിയ സിസ്റ്റർ ദീപ്തി, പ്രിയ സിസ്റ്റർ വന്ദന, ഞങ്ങൾ ഉറങ്ങുന്നില്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ജയ് ക്രൈസ്റ്റ്. താങ്ക് യു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിങ്ങൾക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കേണ്ടതിനാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. നിങ്ങൾ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കപ്പെടും, നിങ്ങൾ കൊലക്കളത്തിലേക്ക് വലിച്ചഴിക്കപ്പെടും, വിചാരണ ചെയ്യപ്പെടും, വധിക്കപ്പെടും. എന്നാൽ നിങ്ങൾ ഒരിക്കലും അസ്വസ്ഥരാകേണ്ട, കാരണം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. സിസ്റ്റർ വന്ദനയും സിസ്റ്റർ പ്രീതിയും ഇന്ന് ഛത്തീസ്ഗഡിൽ വളരെയേറെ, അല്ലെങ്കിൽ ദുർഗ ജയിലിൽ വളരെയേറെ സംഘർഷപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് കൈമോശം വരാത്ത ഒന്നുണ്ട്, അവരുടേതായ ആത്മശക്തി, അല്ലെങ്കിൽ അവരുടേതായ വ്യക്തമായിട്ടുള്ള ആത്മവിശ്വാസം. ആ വിശ്വാസത്തെ അവർ മുറുകെ പിടിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ, പരിശുദ്ധപിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അവസാന കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിലേക്ക് ഒരു ചിന്ത വെച്ചു. പ്രത്യാശയുടെ തീർത്ഥാടകരാണ് നമ്മൾ എത്രയൊക്കെ അടിച്ചമർത്തപ്പെട്ടാലും, എത്രയൊക്കെ മുറിവേൽക്കേണ്ടി വന്നാലും, എത്രയൊക്കെ തകർക്കപ്പെടേണ്ടി വന്നാലും അത് തകരുകയല്ല. കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ളത്. നമുക്കറിയാം, കണ്ടത്തിൽ ജോസഫ് അച്ഛനാണ് ഈ ASMI സിസ്റ്റേഴ്സിൻ്റെ സ്ഥാപകനായ പിതാവ്, അല്ലെങ്കിൽ സ്ഥാപക ഗുരു എന്നുള്ളത്. അച്ഛൻ എന്തിനാണിത് സ്ഥാപിച്ചതെന്ന് ചോദിച്ചെന്നാൽ,
അനേകായിരം കുഷ്ഠരോഗികൾ അനുഭവിക്കുന്ന യാതനകൾ, മനുഷ്യത്വരഹിതമായിട്ടുള്ള വേദനകൾ, വേർതിരിക്കപ്പെട്ട അവസ്ഥ, സമൂഹത്തിൽ ഭ്രഷ്ടരാക്കപ്പെട്ടവരിങ്ങനെയുള്ളവരെ വാരിപ്പുണരുവാനും അവരുടെ എല്ലാം ജീവിതത്തിന് വ്യക്തമായ ധാരണയും വ്യക്തമായ ബോധ്യവും നൽകാൻ വേണ്ടിയിട്ടാണ്. ആ കോൺഗ്രിഗേഷനാണ് ഇന്ന് വളർന്ന് വടക്കേ ഇന്ത്യയിലല്ല ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വ്യക്തമായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തികളെ, മക്കൾ നോക്കാത്ത മാതാപിതാക്കളെ, വളരെയേറെ യാതന അനുഭവിക്കുന്ന ഒറ്റപ്പെട്ട വ്യക്തികളെയെല്ലാം ഇവർ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് ഇവർ ശിക്ഷിക്കപ്പെടുന്നതിൻ്റെ കാരണം. ഇന്നലെ MP ബെന്നി ബെഹന്നാൻ ഈ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ റോജി M. ജോണും ക്യാമ്പടിച്ചിരിക്കുകയാണ്. അവർ പറഞ്ഞൊരു സത്യമുണ്ട്. അതാണ് അച്ഛൻ ഇവിടെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, അതായത് ഈ സ്ഥലങ്ങളിൽ ഈ സിസ്റ്റേഴ്സ് എത്രമാത്രം യാതന അനുഭവിക്കുന്നുവെന്നറിയണമെങ്കിൽ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട രോഗികൾക്ക് ആവശ്യം മരുന്നാണ്. ഏതാനും 1, 2, 3 ദിവസത്തെ മരുന്ന് കരുതി കേരളത്തിലെ ആയുർവേദ മെഡിസിനുമായിട്ടാണ് സിസ്റ്റർ പ്രീതി അങ്ങോട്ട് പോയിട്ടുള്ളത്. അതുപോലെ സിസ്റ്റർ വന്ദനയും മരുന്ന് നിരന്തരം എടുക്കുന്ന ആളാണ്, സീനിയർ സിറ്റിസൺസാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കിട്ടേണ്ട ആരോഗ്യ പരിചരണമോ സംരക്ഷണമോ ഒന്നുമില്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയൊരു വെല്ലുവിളിയായി കടന്നു വന്നിരുന്ന നമ്മുടെ സ്റ്റാൻസാമിയെ പോലെ ഇന്നവർ വളരെയേറെ യാതന അനുഭവിക്കുകയാണ്. ശരീരത്തിൻ്റെ പരിരക്ഷയും കിട്ടാതെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എത്രമാത്രം മാനസിക സംഘർഷത്തിലായിരിക്കും അവർ ജീവിക്കുന്നത്. നമ്മളും അതേ സംഘർഷത്തിൽ തന്നെ, അതേ നാണയത്തിൻ്റെ മറുവശമായി നിന്നുകൊണ്ട് നമ്മളും അവരോട് പങ്കുചേരുകയാണെന്നുള്ളതാണ് ഈ വലിയ പ്രതിഷേധാഗ്നിയിലൂടെയും നമ്മുടേതായ പൊതുസമ്മേളനത്തിലൂടെയും നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കും. റോജി M. ജോൺ പറയുകയായിരുന്നു, അവർക്ക് വേണ്ടത്ര അവരുടേതായ രോഗത്തിനനുസരിച്ചുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ അതിനോടനുസരിച്ചുള്ള കിടക്കാനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല. വെറും വരാന്തയിൽ അല്ലെങ്കിൽ വെറും പ്ലെയിനായിട്ടുള്ള ഫ്ലോറിൽ അവർ വളരെ വിഷമിച്ചാണ് അന്തി ഉറങ്ങുന്നതെന്നുള്ളത്. സഹോദരങ്ങൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ ഈ വേദനയും വികാരവും എല്ലാം ഉൾക്കൊള്ളത് കൊണ്ടാണ് നമ്മുടെ അങ്കമാലിയിൽ മാത്രമല്ല കേരളത്തിൻ്റെ എല്ലാ രൂപതകളിലും തന്നെ ഈ പ്രതിഷേധാഗ്നി കത്തിജ്വലിക്കുകയാണ്. ഇതിൻ്റെ ഫലം തീർച്ചയായിട്ടും നമ്മൾ കാണും ഈ ദിവസങ്ങളിൽ എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതിൻ്റെ ഒന്നാം തരം തെളിവാണ് ഇന്ന് രാവിലെ നമ്മുടെ പ്രകൃതി കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും വളരെയേറെ ഭയപ്പെട്ടു. വളരെയേറെ ജീവിതത്തിൻ്റെതായ ഇന്നത്തെ പരിപാടികൾ എന്തായി തീരുമെന്നുള്ള സംഘർഷം നേരിടാനിട വന്നു. ഞാൻ ഈ ഗ്രൗണ്ടിൽ വന്നു ആ സമയത്ത് ആ മഴയുടെയും ആ കാലവർഷക്കെടുതിയുടെയും എല്ലാം മാറ്റം കണ്ടതിന് ശേഷം ആരാധന കപ്പേളയിൽ പോയി 1 മണിക്കൂർ ഇരുന്ന് ആരാധിക്കുക. കാരണം നല്ലൊരു കാലാവസ്ഥ തന്ന ഈ പ്രതിഷേധ അഗ്നി വളരെ ശക്തമായ രീതിയിൽ കത്തി ജ്വലിക്കണമെന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. കാരണം ഇത് നമ്മുടെ പ്രതിഷേധം മാത്രമല്ല, മതേതര രാഷ്ട്രത്തിന് നമ്മുടെ ഭരണഘടനയ്ക്ക് ഏറ്റിരിക്കുന്ന മുറിവുണക്കുവാനായിട്ട് നമ്മുടെ ഈ കൂട്ടായ്മ, നമ്മുടെ ഈ ഏകം എന്നുള്ള ആ ഒരു വലിയ സന്ദേശം ഇന്ന് ലോകത്തിലെവിടെയും അറിയപ്പെടണമെന്നുള്ളത് സത്യം തന്നെയാണ്. എന്തായാലും ഞാൻ വളരെ ദീർഘിച്ച് പറയുന്നില്ല. ആ പിതാവ് നമ്മളോട് വളരെ സംസാരിക്കാനുണ്ടെന്ന് നമുക്കറിയാം. പിതാവിൻ്റെ ആ രൂപതയിലും കൂടെ ഉൾപ്പെടുന്ന വന്ദന സിസ്റ്ററും ഞാനായിരുന്ന 5 വർഷം സേവനം ചെയ്ത സ്ഥലമാണ് എളവൂര് പള്ളി എന്ന് പറയുന്ന. അവിടെ നിന്നാണ് സിസ്റ്റർ പ്രീതി ഉള്ളത്. പ്രീതിയുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയെല്ലാം ഞാൻ അറിയുന്നതാണ്. അവരുടെ വേദന അവിടെ ചെന്ന് കാണാനുള്ള വലിയൊരു മനസ്സിൻ്റെ ഒരു ധൈര്യം അല്ലെങ്കിൽ കാഠിന്യം എനിക്കില്ലാത്തത് കൊണ്ട് ഞാനവിടെ പോയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത്രമാത്രം വേദന അനുഭവിക്കുന്ന അവരുടെ കുടുംബം എന്ന് പറയുന്നത് സഭയോടും സഭാ പ്രവർത്തനങ്ങളോടും അതീവ ബന്ധം പുലർത്തിക്കൊണ്ടും അതിനോട് തങ്ങളുടേതായ വലിയ പങ്കാളിത്തം പുലർത്തിക്കൊണ്ടും ജീവിക്കുന്ന ഒരു സമൂഹമാണ്. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പ്രതിഷേധാഗ്നി ഇവിടെ കത്തിജ്വലിക്കുവാനിട വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒന്നുണ്ട്. ഗ്രഹാസ്റ്റൈനോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള
സ്റ്റെയിൻ സ്വാമിക്കോ അല്ലെങ്കിൽ അരുൾദാസ് അച്ഛനോ ഒക്കെ അനുഭവിക്കേണ്ടി വന്ന രക്തസാക്ഷിത്വം, റാണി മരിയയുടെ രക്തസാക്ഷിത്വം ഒക്കെ ഇവിടെ അനുസ്മരിച്ച കാര്യമാണ്. ഇതെല്ലാം നമ്മൾ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇനിയും ശക്തമായിട്ട് മുന്നോട്ട് പോകുക, ആത്മീയമായിട്ട് ഉണരുക, പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കുക. ഏത് ലോകത്തിൻ്റെതായ ഭിന്നശേഷികളെയും അന്ധകാര ശക്തികളെയും അതിജീവിക്കുവാനായിട്ട് ഇത്ര വലിയ ആയുധം പ്രാർത്ഥന പോലെ ഇല്ല എന്ന് നമുക്കറിയാം. പ്രാർത്ഥന കൊണ്ടും ഐക്യത്തിൻ്റെ നമ്മുടെ സ്വരം കൊണ്ടും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അധികാരികളോട് നമ്മുടെ നൊമ്പരം അറിയിച്ചുകൊണ്ടും നമുക്കിവരുടെ വിമോചനത്തിന് വേണ്ടി അതീവ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം, ഒരു മനസ്സോടെ പ്രവർത്തിക്കാം, ഒരു ഹൃദയത്തോടെ മുന്നേറാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. ആദരണീയരായ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഞാൻ അത്ഭുതപ്പെടുകയാണ്. കേവലം 24 മണിക്കൂറിൻ്റെ ഒരുക്കം കൊണ്ട് 10,000-ങ്ങളെ അണിനിരത്തുന്നൊരു പ്രതിഷേധാഗ്നി ഈ അങ്കമാലിയുടെ വിപ്ലവ മണ്ണിൽ രൂപപ്പെടുത്താൻ അത് സാധിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മാത്രമാണ്. അതിന് നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നിങ്ങളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം വൈദികരും സിസ്റ്റേഴ്സും ഒന്നും ഇപ്രകാരം കൊടിയും പിടിച്ച് തെരുവിലിറങ്ങുന്നത് നമ്മുടെ സമരചരിത്രത്തിൻ്റെ ഭാഗമല്ല. നാം അങ്ങനെ ഇറങ്ങാൻ ഇഷ്ടപ്പെടാത്തവരാണ്. ഗതികെട്ടാലേ നമ്മൾ ഇറങ്ങാറുള്ളൂ. പക്ഷേ ഇറങ്ങിയത് സത്യമാണ് എങ്കിൽ സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ: ഞങ്ങൾ ലക്ഷ്യം വെച്ചത് നേടുന്നത് വരെയും വെച്ച കാല് പിന്നോട്ടെടുക്കാത്തവരാണ് ഈ ക്രിസ്ത്യാനികൾ എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങൾ ന്യൂനപക്ഷമാണ് എന്ന് വിചാരിച്ച് നിസ്സാരമായി ആരും എഴുതിത്തള്ളേണ്ടതില്ല. ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കും, പക്ഷേ ഏതൊരു പക്ഷത്തെയും അതിജീവിക്കാൻ പോരുന്ന ക്രൂശിതന്റെ കരുത്ത് ആത്മാവിൽ ആവഹിച്ച ശക്തിയുള്ളവരാണ് ഞങ്ങള് എന്ന സത്യം ആരും വിസ്മരിക്കാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ASMI സന്യാസിനി സമൂഹത്തിലെ 2 പ്രിയപ്പെട്ട സഹോദരിമാര്, സിസ്റ്റർ പ്രീതി മേരി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രിയപുത്രിയാണ് എങ്കിൽ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് തലശ്ശേരി അതിരൂപതയുടെ മകളാണ്. അവർ രണ്ടുപേരും ഇന്ന് ഛത്തീസ്ഗഡിലെ ഭരണകൂട ഭീകരതയ്ക്കിരയായി ജയിലിൽ കഴിയുന്ന ഗതികേടിൻ്റെ സാഹചര്യത്തിലാണ് നാം ഈ പ്രതിഷേധാഗ്നിയുമായി ഈ അങ്കമാലിയുടെ മണ്ണില് ഒരുമിച്ച് ചേരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ ചെയ്ത തെറ്റെന്താണ് എന്നുള്ളത് ഈ ഭരണകൂടമാണ് ലോകത്തോട് പറയേണ്ടത്. ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് ആരാണ് എന്ന് എനിക്ക് മുമ്പേ പ്രസംഗിച്ചവരൊക്കെയും സൂചിപ്പിക്കുകയുണ്ടായി. ദൈവദാസനായ നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് കണ്ടത്തിൽ അച്ഛൻ ഈ സഭ സ്ഥാപിക്കാൻ ഇടയായ സാഹചര്യം ആ ദൈവദാസന്റെ കല്ലറ തുറക്കുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയപ്പോൾ ഞാൻ കൃത്യമായി മനസ്സിലാക്കിയതാണ്. ആരാരും തുണയില്ലാതെ വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടാത്തവരായി വലിച്ചെറിയപ്പെടുന്ന കുഷ്ഠരോഗികള് തെരുവോരങ്ങളിൽ പിടഞ്ഞു മരിക്കുന്ന ഗതികേടിന്റെ സാഹചര്യത്തില് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തില് ഈ കണ്ടത്തിലച്ഛൻ ഒരു തീരുമാനമെടുത്തു. ഇങ്ങനെ പാവപ്പെട്ട കുഷ്ഠരോഗികള് ആരും തുണയില്ലാതെ പിടഞ്ഞു മരിക്കുന്ന ഗതികേടുണ്ടാകരുത്. ആ ഗതികേടിന് പരിഹാരമെന്ന നിലയിൽ ആ താപസവര്യൻ കണ്ടെത്തിയ സന്യാസിനി സമൂഹമാണ് ASMI സന്യാസിനിമാര്. ഓരോ സിസ്റ്റേഴ്സിൻ്റെയും സഭാ സമൂഹങ്ങൾ തുടങ്ങുന്നതിൻ്റെ പിന്നില് ഇതുപോലെ സങ്കടത്തിൻ്റെ, വിവരിക്കാനാവാത്ത ദുഃഖത്തിൻ്റെ കഥകളുണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ആരും തുണയില്ലാത്ത ഈ രോഗികളെ ചേർത്ത് പിടിച്ച ഈ ASMI സന്യാസിനി സമൂഹത്തിലെ 2 സഹോദരിമാരെയാണ് ഛത്തീസ്ഗഡിലെ നിയമലംഘനത്തിലൂടെ തുറുങ്കിലടയ്ക്കാൻ സർക്കാർ കൂട്ടുനിന്നത്. കാലം മാപ്പ് തരാത്ത കിരാതത്വമാണ്. അല്ലയോ ഛത്തീസ്ഗഡിലെ സർക്കാർ, നിങ്ങൾ ചെയ്തത്
എന്ന് പറയാതിരിക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. കാരണം നിങ്ങൾ ചെയ്തത് നന്മയുടെ മുഖത്തേക്ക് ചെളിവാരി എറിയുക മാത്രമല്ല, ആ നന്മയുടെ കണ്ണുകളിലെ പ്രകാശം കെടുത്താൻ ബോധപൂർവം പരിശ്രമിക്കുകയാണ് ചെയ്തത്. അത് മാപ്പർഹിക്കാത്ത കുറ്റമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളത് തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഭാരതത്തില് 11 സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ മതപരിവർത്തന നിരോധന നിയമം വാസ്തവത്തിൽ ഭരണഘടനയുടെ 25, 26, 27, 28 ഖണ്ഡികകൾ നമുക്കുറപ്പു തരുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ നഗ്നമായ ലംഘനമാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. ഈ മതപരിവർത്തന നിരോധന നിയമത്തിൽ എഴുതി ചേർത്തിരിക്കുന്ന വകുപ്പ് എന്താണ്? ഭരണഘടന പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് അവർക്കിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തെ പ്രചരിപ്പിക്കാനും ആ മതത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കാനും ഭരണഘടന അവകാശം തരുമ്പോൾ 11 സംസ്ഥാനങ്ങൾ പാസാക്കിയ നിയമത്തില് നിർബന്ധിത മതപരിവർത്തനം നിരോധിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ നിർബന്ധിത മതപരിവർത്തനത്തിന്റെ മാനദണ്ഡം നിശ്ചയിക്കുന്നത് ആര് എന്ന് ചോദിച്ചാല് ഏതാനും സാമൂഹ്യ വിരുദ്ധരും കാബാലികരുമായ സംഘടനക്കാരാണ് എന്നത് നാം ഭീതിയോട് തിരിച്ചറിഞ്ഞ സന്ദർഭമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. നാം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, ഇവിടെ സാമൂഹ്യ വിരുദ്ധര് നിർദ്ദേശിക്കുകയാണ് ഈ സിസ്റ്റേഴ്സ് മതപരിവർത്തനം നടത്തിയെന്ന്. ഇതേ സാമൂഹിക വിരുദ്ധര് പോലീസിന് നിർദ്ദേശം കൊടുക്കുകയാണ് ഇന്ന വകുപ്പുകൾ ചേർത്ത് ഈ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യണമെന്ന്. ഇതേ സാമൂഹ്യ വിരുദ്ധര് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരെ നോക്കുകുത്തികളായി നിർത്തിക്കൊണ്ട് ഈ സിസ്റ്റേഴ്സിനെ ചോദ്യം ചെയ്യുകയാണ്. അവരോടൊപ്പം യാത്ര ചെയ്ത പാവപ്പെട്ട പെൺകുട്ടികളുടെ കരണത്തടിച്ച് ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് സിസ്റ്റേഴ്സിനെതിരായി മൊഴി കൊടുക്കാൻ നിർബന്ധിക്കുകയാണ് എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് ഈ രാജ്യത്ത് നിയമവാഴ്ചയുണ്ടോ എന്ന് നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത്. ആരെയും നിർബന്ധിച്ച് മതം പരിവർത്തനം ചെയ്യാൻ ഒരിക്കലും ക്രൈസ്തവർ കൂട്ടുനിൽക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. നാഴികയ്ക്ക് 40 വട്ടം ഇവിടുത്തെ ചില കക്ഷികൾ വിളിച്ചു പറയുന്നതാണ് ക്രിസ്ത്യാനികൾ രാജ്യം മുഴുവൻ മതപരിവർത്തനം നടത്തിയെന്ന്. ഈ അവകാശവാദം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് ഈ രാജ്യത്തെ സർക്കാരിന്റെ തന്നെ സ്ഥിതിവിവര കണക്കുകൾ നോക്കിയാൽ മനസ്സിലാകും. 1947 ഭാരതം സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന കാലഘട്ടത്തില് ഇന്നാട്ടിലെ ക്രിസ്ത്യാനികളുടെ ശതമാനം എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ ജനസംഖ്യയിൽ 2.6% എങ്കിൽ ഈ വർഷത്തിൽ ക്രൈസ്തവരുടെ ജനസംഖ്യ അനുപാതം എത്രയാന്ന് ചോദിച്ചാൽ കേവലം 2.4%. നാട്ടിലെ സകലമാന മനുഷ്യരെ മുഴുവനും മതപരിവർത്തനം നടത്തുന്നു എന്ന് അധിക്ഷേപിക്കുന്ന സർക്കാരെ നിങ്ങൾ തന്നെ പുറത്തുവിടുന്ന സ്ഥിതിവിവര കണക്കുകൾ പറയുന്നു. നിങ്ങൾ പറയുന്നത് കല്ലുവെച്ച നുണയാണ്, പച്ചക്കള്ളമാണ് എന്ന്. അങ്ങനെയെങ്കിൽ ഈ മതപരിവർത്തനത്തിന്റെ പേര് പറഞ്ഞ് എങ്ങനെ ഈ പാവപ്പെട്ട കന്യാസ്ത്രീകളെ മാത്രമല്ല ഈ ഉത്തരേന്ത്യയിൽ ജോലി ചെയ്യുന്ന മിഷണറിമാരുടെ ശിരസിന് മുകളിൽ ഡെമോക്ലീസിന്റെ വാളുപോലെ ഇങ്ങനെയൊരു ഭീകരമായ നിയമം നിർമ്മിക്കുന്ന സർക്കാർ ചെയ്യുന്നത് അന്യായമാണ്. നമ്മൾ ഈ കേവലം 2 സഹോദരിമാർക്ക് അനുഭവിക്കേണ്ട സങ്കടങ്ങളുടെ മൂലകാരണമായ ഈ മതപരിവർത്തന നിരോധന നിയമം അത് മനുഷ്യാവകാശ ലംഘനമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. അതിനാൽ ഈ നിയമങ്ങൾ പിൻവലിച്ചെങ്കിൽ മാത്രമേ ഈ രാജ്യം ഭരിക്കുന്ന
ഭരണകക്ഷിക്ക് ഈ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ളൂ, മതേതരത്വത്തോടും ന്യൂനപക്ഷങ്ങളോടും കരുതലുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് സർക്കാരിനെ അറിയിക്കാൻ ഈ സമ്മേളനം ധൈര്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, തൂമ്പായെ തൂമ്പ എന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് എക്കാലവും ധൈര്യമുണ്ട്. ആരും ഭയപ്പെടുന്നത് പോലെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കേക്കും ലഡുവും തന്നതുകൊണ്ട് സുവിശേഷത്തിന്റെ ആദർശം മറന്നവരാണ് എന്ന് ഞങ്ങളെ ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എപ്പോഴെല്ലാം കടന്നു വരുന്നോ അപ്പോഴെല്ലാം ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വീകരിക്കും. അതിന്റെ അർത്ഥം തെറ്റിനെ തെറ്റ് എന്ന് വിളിക്കാൻ, തെമ്മാടിത്തത്തെ തെമ്മാടിത്തം എന്ന് വിളിക്കാനുള്ള ആർജവത്വം ഞങ്ങൾ ആർക്കും പണയം വെച്ചിട്ടില്ല എന്നുള്ളത് പ്രിയപ്പെട്ട എല്ലാ നേതാക്കന്മാരും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഛത്തീസ്ഗഡിലെ സർക്കാർ ഈ സിസ്റ്റേഴ്സിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ഉത്തരവാദപ്പെട്ട നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഇന്നലെ രാവിലെ എന്നോട് ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു. പിന്നീട് ആ കോടതിയിൽ നടന്ന സംഭവങ്ങൾ എന്ത് എന്ന് അവിടെയുണ്ടായിരുന്ന ഇരിക്കൂർ MLA-യും അങ്കമാലി MLA-യും അവര് എന്നോട് തത്സമയം വിവരിക്കുന്നുണ്ടായിരുന്നു. സർക്കാരിന്റെ ഈ കിരാതത്വം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കേസിന് ആസ്പദമായ ബജരംഗ് ദളിന്റെ വക്കീല് പറഞ്ഞു, ഇത് NIA കോടതിയിൽ പോകേണ്ട കേസാണ്, ഇത് മനുഷ്യക്കടത്താണ് എന്ന് വാദിച്ചു. നമ്മൾ ന്യായമായും വിചാരിച്ചു സർക്കാരിന്റെ ഗവൺമെന്റ് പ്ലീഡർ എഴുന്നേറ്റ് നിന്ന് അതിനെ എതിർക്കുമെന്ന്. പക്ഷേ സർക്കാരിന്റെ ഗവൺമെന്റ് പ്ലീഡർ എഴുന്നേറ്റ് നിന്ന് ഈ ബജരംഗ് ദളിന്റെ വാദത്തെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഒരേ സ്വരമാണുള്ളത് എന്ന്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയും വ്യക്തമായ ഭാഷയിൽ പറയുകയും ചെയ്യുന്നത്, ഇരയോടൊത്തോടുകയും വേട്ടക്കാരനോടൊത്ത് വേട്ടയാടുകയും ചെയ്യുന്ന ഈ കിരാതത്വം തിരിച്ചറിയാൻ പോരുന്ന ആൾതാമസം ഞങ്ങളുടെ തലയ്ക്ക് കർത്താവ് തന്നിട്ടുണ്ട് എന്ന് ഉത്തരവാദപ്പെട്ടവർ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിൺവാക്കുകൾ കേട്ട് ഞങ്ങൾ സമാധാനപ്പെടുന്നില്ല. ഞങ്ങളുടെ സഹോദരിമാരെ പുറത്തിറക്കുന്നത് വരെയും വിശ്രമമില്ലാതെ സമരമുഖത്ത് ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും എന്നുള്ളത് ഉത്തരവാദപ്പെട്ട ഭരണകൂടങ്ങൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, വീണ്ടും നാം തിരിച്ചറിയേണ്ട ചില സങ്കടകരമായ സത്യങ്ങളുണ്ട്. ഈ രാജ്യത്തിന്റെ മതേതരത്വം നിർവചിക്കപ്പെട്ടിരിക്കുന്നത് ഏതാണ്? എല്ലാ മതവിശ്വാസികൾക്കും ഈ രാജ്യത്ത് തുല്യമായ അവകാശങ്ങളുണ്ട് എന്നാണ്. പക്ഷേ ജോർജ് ഓർവെലിന്റെ നോവലിൽ പറയുന്നത് പോലെ all are equal but some are more equal എന്ന് പറയുന്ന സാമൂഹിക വ്യവസ്ഥിതിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇവിടെ സമത്വത്തിന്റെ മാനദണ്ഡം നിശ്ചയിക്കാൻ ചിലരൊക്കെ തീട്ടൂരമെടുത്തിരിക്കുകയാണ്. ആ സമത്വത്തിന്റെ അസമത്വം നിറഞ്ഞ മാനദണ്ഡങ്ങളെ മാനിക്കാൻ ഈ സമൂഹത്തിന് ബാധ്യതയില്ല എന്ന കാര്യം ഉത്തരവാദപ്പെട്ടവരെ ഈ സമ്മേളനം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ വരയ്ക്കുന്ന വരയിലൂടെ നടക്കാനോ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നിടത്തെല്ലാം കല്ലെറിയാനോ ഈ സമുദായത്തിന് മനസ്സില്ല. കാരണം ഞങ്ങൾ ചെയ്യുന്നത് എന്ത് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. ഇവിടെ മുൻ പ്രഭാഷകർ സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യയിലെ കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യരെ മനുഷ്യത്വത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ പഠിപ്പിച്ച് അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വകയുണ്ടാക്കാൻ, അവരെ അക്ഷരം പഠിപ്പിക്കാൻ, അവര് പകർച്ചവ്യാധികൾക്ക് അടിപ്പെട്ട് ജീവിതം ഹോമിക്കപ്പെടാതിരിക്കാൻ അവർക്കൊപ്പം ജീവിച്ചവരെ മനുഷ്യരാക്കാനാണ് ഞങ്ങളുടെ മിഷനറിമാർ ശ്രമിച്ചത്. അവരെ മതം മാറ്റാനായിരുന്നു അവരുടെ ശ്രമമെങ്കിൽ മതം മാറ്റിയിട്ട് അവർക്ക് തിരിച്ചു പോരാമായിരുന്നു. പക്ഷേ ഇവരെ മനുഷ്യരാകാൻ ഞങ്ങൾ പരിശീലിപ്പിച്ചു.
ആ ഒരു അപരാധമാണ് ഞങ്ങൾ ചെയ്തത് എങ്കിൽ, അല്ലയോ സർക്കാര്, അത് രാജ്യദ്രോഹ കുറ്റമാണ് എങ്കിൽ അത് NIA കോടതിയിൽ വിചാരണ ചെയ്യപ്പെടേണ്ട കുറ്റമാണ് എങ്കിൽ ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ആ കുറ്റം ഈ സൂര്യനുള്ളിടത്തോളം കാലം ഈ രാജ്യത്ത് തുടരുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ട. കാരണം ഞങ്ങളുടെ ഗുരുനാഥനായ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചത് ഈ ഒരു അടിസ്ഥാനപരമായ പാഠമാണ് എന്നത് ഞങ്ങൾ ഒരിക്കലും വിസ്മരിക്കാത്ത സത്യമാണ്. തിരുവസ്ത്രം ധരിച്ച് കന്യാസ്ത്രീ അമ്മമാര് റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ കണ്ടപ്പോൾ തന്നെ അവരെ കെണിയിൽ കുടുക്കാനുള്ള തന്ത്രം ഈ ഭീകര സംഘടനകള് ഒരുക്കിയെടുത്തു എന്നുള്ളതാണ് സത്യം. അതിനുവേണ്ടി വളരെ സംഘടിതമായ ഒരു നീക്കം നടത്തുകയാണ് ഉണ്ടായത് എന്ന് പത്രവാർത്തകളിൽ നിന്നും ഇവിടെ ആക്രമിക്കപ്പെട്ട സഹോദരങ്ങള് അവരെ നേരിൽ കണ്ടവരുടെ വിവരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പോലീസ് സ്റ്റേഷനിൽ കയറി പ്രതികളെ ചോദ്യം ചെയ്ത് അവരുടെ കരണത്തടിക്കാൻ അധികാരമുള്ള ഏത് സംഘടനാ സംവിധാനമാണ് ഇവിടെയുള്ളത്? മണിപ്പൂരിൽ ഇതുപോലെ പീഡനം നടന്നപ്പോഴും സർക്കാർ സമാനമായ വിശദീകരണം പറഞ്ഞു. അവർ ഗോത്രങ്ങൾ തമ്മിൽ നടക്കുന്ന കലാപമാണ്, സർക്കാരിന് അതിൻ്റെ മേൽ നിയന്ത്രണം ഇല്ല എന്ന്. ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരെ നിയന്ത്രിച്ച് നിലയ്ക്ക് നിർത്താൻ പറ്റുന്നില്ല എങ്കിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സർക്കാരുകൾ രാജിവെച്ച് പുറത്തു പോവുകയാണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ സത്യപ്രതിജ്ഞയിലൂടെ നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ? എന്തുകൊണ്ട് ഈ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ ഗുരുതരമായ വീഴ്ച വരുത്തുന്നു എന്നുള്ളത് തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹോദരിമാർക്കെതിരെ മനുഷ്യക്കടത്ത് എന്ന രാജ്യദ്രോഹ കുറ്റവും അതുപോലെ ജാമ്യമില്ലാത്ത വകുപ്പും ചേർത്തിരിക്കുകയാണ്. എന്താണ് ഈ മനുഷ്യക്കടത്ത് എന്ന് ചോദിച്ചാൽ, ഈ സിസ്റ്റേഴ്സിന്റെ കൂടെ ജോലി ചെയ്യാൻ സ്വമനസാലെ അത് ഉയർന്ന ശമ്പളത്തിൽ ജോലി കിട്ടുമെന്നുറപ്പായപ്പോൾ ഈ ഗതികേടിന്റെ മണ്ണിൽ നിന്ന് ആഗ്രയിലേക്ക് സിസ്റ്റേഴ്സിനോടൊപ്പം യാത്ര ചെയ്യാൻ പ്രായപൂർത്തിയായ 2 പെൺകുട്ടികൾ സഞ്ചരിച്ചതാണ് മനുഷ്യക്കടത്തെന്ന രാജ്യദ്രോഹ കുറ്റം എന്ന് നമ്മൾ തിരിച്ചറിയുക. ഛത്തീസ്ഗഡിൽ നിന്ന് ആഗ്രയിലേക്ക് യാത്ര ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമായത് എന്നു മുതലാണ് എന്നുള്ളത് ഉത്തരവാദപ്പെട്ട സർക്കാരിന്റെ പ്രതിനിധികൾ പറയേണ്ടതല്ലേ? നിങ്ങൾ ഇപ്രകാരം ഈ പാവപ്പെട്ട സിസ്റ്റേഴ്സിനെ, മിഷണറിമാരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഒന്ന് മാത്രമേയുള്ളൂ. ഈ മതപരിവർത്തന നിയമത്തിന്റെ കിരാതമായ വ്യാഖ്യാനങ്ങൾ ആൾക്കൂട്ടത്തിന്റെ വിചാരണയ്ക്കും ആൾക്കൂട്ട കൊലപാതകത്തിനും കാരണമാകുന്ന ഈ നിയമങ്ങൾ പിൻവലിക്കുകയും രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ പ്രധാനമന്ത്രി മുതൽ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന സത്യം ഓർമ്മിപ്പിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നാം ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ അതൊരു ബലപ്പെടുത്തലാണ്, പരസ്പരമുള്ള ശക്തിപ്പെടുത്തലാണ്. ഈ വേദനിക്കുന്ന മിഷണറിമാർക്ക് നാം കൊടുക്കുന്ന പിന്തുണയാണ്. നിങ്ങളാരും ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യജിച്ചും നിങ്ങളോടൊപ്പം നിൽക്കാൻ ഞങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ പ്രഖ്യാപനമാണ് നാം ഈ സമ്മേളനത്തിലൂടെ ഇവിടെ നടത്തുന്നത്. ആ സമ്മേളനം ഏറെ ഫലം ചെയ്യും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായും നമ്മുടെ നിലപാടുകളും നമ്മുടെ നിലവിളികളും
ഉത്തരവാദപ്പെട്ടവരുടെ ചെവികളിലെത്തും. ഇനിയും ബധിരകർണങ്ങളുമായി കഴിയാൻ നിങ്ങൾക്കാവാത്ത സാഹചര്യം സംജാതമായി കഴിഞ്ഞു എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇതിൻ്റെ സംഘാടകരെ പ്രശംസിച്ചുകൊണ്ട് ഈ കൂടിവരവ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ജയ് ഭാരത്. ഇന്ത്യ എൻ്റെ മാതൃരാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. അക്ഷരങ്ങൾ നാവിനും വിരൽത്തുമ്പിനും വഴങ്ങുന്നതിന് മുൻപേ തന്നെ ഏറ്റുചൊല്ലിയും ചൊല്ലിക്കൊടുത്ത് പഠിപ്പിച്ചും ഈ വരികൾ എല്ലാ ഭാരതീയനും വളരെ ഓർത്തിരിക്കുന്നതാണ്. ഈ വരികളുടെ പൊരുളറിയുന്ന ഇന്ത്യൻ നീതിന്യായ പീഠത്തോട്, ഇന്ത്യയെ കണ്ണടച്ച് ഇരുട്ടാക്കി ഇന്ന് ഭരിക്കുന്ന ഭരണകൂടത്തോട്, ഇന്ന് എന്നെ ശ്രവിക്കുന്ന ഈ പൗരസമൂഹത്തോട്, ഇവിടെ ആയിരിക്കുന്ന സമർപ്പിത സന്യാസിനികളുടെ പ്രതിനിധി എന്ന നിലയിൽ ഛത്തീസ്ഗഡിലെ ദുർഗിൽ അഴികൾക്കുള്ളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എനിക്കൊന്ന് പറയാനുണ്ട്. ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണം. ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ വായുവും മണ്ണും ഞങ്ങളുടേതും കൂടിയാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഈ രാജ്യം ഇവിടുത്തെ പൗരന് നൽകുന്ന ഓരോ അവകാശങ്ങളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഞങ്ങൾക്ക് ഉറപ്പു നൽകുന്ന മൗലിക അവകാശം ഇനി ഒരു പൗരനും ഒരു സന്യാസിനിക്കും ഇവിടെ നിഷേധിക്കപ്പെട്ടുകൂടാ. ഇത് ഭരണകൂടത്തോടുള്ള ഞങ്ങളുടെ അഭ്യർത്ഥനയല്ല, ഇത് ഭരണകൂടത്തോടുള്ള ഞങ്ങളുടെ താക്കീതാണ്. വടക്കേ ഇന്ത്യയിലെ ആദിവാസികൾക്ക് വേണ്ടിയും നിരക്ഷരരായ മനുഷ്യർക്ക് വേണ്ടിയും ശബ്ദമുയർത്തിയ ഈ പുല്ലുവഴിയിലെ സിസ്റ്റർ റാണി മരിയ പകലന്തിയോളം എല്ലുമുറിയെ പണിയെടുത്തിട്ടും ഭക്ഷണമോ ദാഹജലം പോലുമോ ലഭിക്കാത്തതിനു വേണ്ടി അവർക്ക് വേണ്ടി മേലാളന്മാരോട് ശബ്ദമുയർത്തിയതിന് നിഷ്കരണം കൊന്നു തള്ളിയ ഇൻഡോറിന്റെ റാണി സിസ്റ്റർ റാണി മരിയ ഞങ്ങളുടെ കൂടപ്പിറപ്പാണ്. വടക്കേ ഇന്ത്യയിലെ ആദിവാസി ഗോത്രങ്ങളോട് സ്വയം താതാത്മ്യപ്പെടുത്തിയ പാലാക്കാരി മേഴ്സി മാത്യു, ഇൻഡോർ റാണി എന്നറിയപ്പെടുന്ന ദയാബായി, കുര്യാക്കോസ് അച്ഛൻ മുൻപിവിടെ സൂചിപ്പിച്ച വത്സ ജോൺ ഞങ്ങളുടെ സഹോദരിമാരാണ്. 2008 മനുഷ്യരെ പച്ചയ്ക്ക് കത്തിച്ച ഒറീസയിലെ കാന്തമാലിൽ നിന്ന് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ട അനേകർക്ക് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും നൽകിയതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? പ്രസംഗിക്കാൻ മൈക്ക് കിട്ടിയത് കൊണ്ട് വിളിച്ചു പോകുന്നതല്ല. ഇവിടെ നിന്നും അത്ര അകലെയല്ലാത്ത കർഗുറ്റിക്കടുത്ത് അട്ടാരയിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാം, കാന്തമാൽ വയലൻസിന്റെ ഇരകളായവർക്ക് രാധാകാന്ത് ദിഗലിനും അസിത് കുമാർ നായിക്കിനുമൊക്കെ മഠത്തിന്റെ പറമ്പ് മുറിച്ചു കൊടുത്ത് പാർപ്പിടമൊരുക്കിയ സന്യാസിനിമാരെ നിങ്ങൾക്ക് അവിടെ കാണാം. കൈക്കുഞ്ഞുമായി പെരുമ്പാവൂരിൽ അലഞ്ഞു നടഞ്ഞു നടന്നിരുന്ന അവർക്ക് സുരക്ഷിതത്വം ഒരുക്കിയതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? ഇത്തരുണത്തിൽ ഒരു സത്യം കൂടി വിളിച്ചു പറയാതിരുന്നാൽ അത് അക്ഷന്തിമമായ ഒരു തെറ്റായി തീരും. കേരള സ്റ്റേറ്റ് ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ മെമ്പർ എന്ന നിലയിൽ കേരളത്തിലെ മാത്രം കണക്ക് പ്രകാരം 2000-ഓളം വരുന്ന അനാദി അഗതി മന്ദിരങ്ങൾ ഇവിടെ നടത്തുന്നത് സമർപ്പിത സന്യാസിനികളാണ്. 85%, ഞാൻ ഒരു മതസ്ഥരെയും മാറ്റി നിർത്തുന്നില്ല, അവരൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ 85% ഇവിടെ ഇത്തരം കരുണാലയങ്ങൾ നടത്തുന്നത് സമർപ്പിത സന്യാസിനികളാണെന്നുള്ളത് എൻ്റെ ഒരു തിരിച്ചറിവാണ്. മലമൂത്ര വിസർജനങ്ങൾക്ക്
കുട്ടികൾക്കിടയിൽ നിന്നും അച്ഛനും അമ്മയും ആരെന്നറിയാത്തവരെയും മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരെയും കോരിയെടുത്ത് ഊട്ടി ഉറക്കുന്ന ഈ ജോലി ഒരിക്കലും ഞങ്ങളുടെ ഉപജീവന മാർഗമല്ല, മറിച്ച് ദൈവകരുണയുടെ തുടർക്കഥകളാണിത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങ് കൂടംകുളത്തും ഇവിടെ കൊരട്ടിക്കടുത്ത് കാതിക്കുടത്തും മൂലംപിള്ളിയിലും പ്ലാച്ചിമടയിലും ഒക്കെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് ഈ അതിജീവനത്തിന് വേണ്ടിയുള്ള സഹന സമരത്തിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ആശ്വാസം തരുന്നുണ്ട്. ഞങ്ങളോടൊപ്പം നിന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന്റെ കുടുംബാംഗങ്ങളോടും ASMI സന്യാസ സമൂഹത്തോടും നിങ്ങൾ കാണിച്ച ഈ ഐക്യദാർഢ്യത്തിന് എല്ലാവരുടെയും പേരിൽ, ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാ സമർപ്പിത സന്യാസിനികളുടെയും പേരിൽ എല്ലാ സുമനസ്സുകൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് നാളെ ജീവിക്കാനുള്ള സാഹചര്യമുണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിലാണ് ഞാൻ നിങ്ങളുമൊക്കെ ആയിരിക്കുക. ക്രിസ്തുവിനെ പോലെ വിചാരണ ചെയ്യപ്പെട്ട് ക്രിസ്തുവിനെ പോലെ കുരിശേറ്റെടുത്താണ് 2 സഹോദരിമാര് ഛത്തീസ്ഗഡിലെ ആ ജയിലറയ്ക്കുള്ളിൽ കഴിയുന്നത്. എന്തിനു വേണ്ടി? അനാഥ ജന്മങ്ങൾക്ക് അവന് കൂടൊരുക്കിയതിൻ്റെ പേരിൽ, വിശക്കുന്നവന് ഭക്ഷണമൊരുക്കിയതിൻ്റെ പേരിൽ, പഠിക്കാൻ അവസരമില്ലാത്തവരെ പഠിപ്പിച്ചതിൻ്റെ പേരിൽ, സർവോപരി അവരെ സഹോദരങ്ങളോടെ ചേർത്തണച്ചതിൻ്റെ പേരില അവരവിടെ ക്രൂശിക്കപ്പെട്ടിരിക്കുക. നമ്മൾ ഓർക്കേണ്ടത്, ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിലാണ്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മതേതരത്വമാണ്, സാഹോദര്യമാണ്, ജനാധിപത്യമാണ്. ഏത് മതത്തിനും ഇവിടെ അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവകാശമുള്ളിടത്താണ് മതം മാറ്റുന്നു എന്നുള്ള, അല്ലെങ്കിൽ അവരെ അതുപോലെയുള്ള കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട്, ജാമ്യം പോലും കിട്ടാത്ത കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് ഇവിടെ ഇളവൂരിൽ നിന്നും തലശ്ശേരിയിൽ നിന്നുമുള്ള 2 സന്യാസിനികള് അവരെ വീട് ഉപേക്ഷിച്ച്, ബന്ധുജനങ്ങളെ ഉപേക്ഷിച്ച്, അവരുടെ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഈ പാവപ്പെട്ടവരെ തേടിപ്പോയി അവർക്ക് ശുശ്രൂഷ ചെയ്ത് അവരെ കൈപിടിച്ചുയർത്തിയതിനാണ് ഈ മതേതര രാജ്യത്തില് അവർക്ക് കൽത്തുറന്ന് വിധിക്കപ്പെട്ടത്. ആരാൽ വിധിക്കപ്പെട്ടത്? മത തീവ്രവാദികളാൽ വിധിക്കപ്പെട്ടത്. ഇത് ഇന്ത്യയല്ല, ഇന്ത്യയുടെ ചീഞ്ഞുനാറുന്ന മുഖമാണ്. ഇതിന് പ്രതികരിക്കാൻ ആളില്ലെങ്കിൽ നാളത്തെ ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ മുഖം നഷ്ടപ്പെട്ട ഇന്ത്യയാകും. ഇവിടത്തെ ഭരിക്കുന്നവര് അവര് പറയുന്ന കാര്യമുണ്ട്. അവര് സിസ്റ്റർ പീതിയുടെ വീട് സന്ദർശിച്ചപ്പോൾ, അവർ സിസ്റ്റർ വന്ദനയുടെ വീട് സന്ദർശിച്ചപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ശക്തമായ നടപടികൾ എടുക്കുന്നുണ്ട്. ആ നടപടികളാണ് ഇവിടെ എന്നെ മുന്നിലുള്ള പ്രാസംഗികര് വരച്ചു കാട്ടിയത്. അനുദിനം കുരുക്കുകളിൽ നിന്ന് കുരുക്കുകളിലേക്ക് ഇട്ട് മുറുക്കുന്ന ഈ നയമുണ്ടല്ലോ, നെറികെട്ട നയം, അതാണ് പൊളിച്ചെഴുതേണ്ടത്. ഇവിടെ നമ്മൾ അവിശ്രാന്തം ഉണർന്നിരുന്നില്ലെങ്കിൽ നാളുകളിൽ നാം ഭാരതീയരല്ലാതാക്കും, നമ്മളല്ലാതാക്കും. അവിടെ ഛത്തീസ്ഗഡില് യാതന അനുഭവിക്കുന്ന ആ സഹോദരിമാർക്ക് ഇങ്ങകലെ നാം ഈ കൂടിയിരിക്കുന്നത് എന്തൊരാശ്വാസമാണെന്നറിയാവോ? നാളുകളിൽ വിശക്കുന്നവന്റെ ശത്രുവായിട്ട് ഈ ഭരണകൂടം മാറുമ്പോൾ, അനാഥന്റെ ശത്രുവായിട്ട് ഈ ഭരണകൂടം മാറുമ്പോൾ, തെരുവിൽ അലയുന്നവന്റെ ശത്രുവായിട്ട് ഈ ഭരണകൂടം മാറുമ്പോൾ അവർക്ക് കൈത്താങ്ങാൻ കർത്താവ് പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി തെരഞ്ഞെടുത്തുകൊണ്ട് കർത്താവിനെ പോലെ ശുശ്രൂഷ ചെയ്യാനുള്ള ചങ്കുറപ്പോട് കൂടിയാണ് ആ സഹോദരിമാർ അങ്ങോട്ട് പോയത്. അവരുടെ ചങ്കുറുപ്പിന്റെ അടിസ്ഥാനമുണ്ടല്ലോ, ഞാനും നിങ്ങളും ഒക്കെയാ. നമ്മുടെ പ്രാർത്ഥനകളാ, ഈ പ്രാർത്ഥനകള് നമ്മൾ കൊടുക്കുന്ന ഈ പിന്തുണ അവർക്കേറെ ആശ്വാസമാണ്. എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ. പ്രിയ സഹോദരി സഹോദരന്മാരെ,
നമുക്കവരെ മാറോട് ചേർക്കാം, അവരുടെ ഹൃദയത്തെ നമുക്ക് സൂക്ഷിക്കാം, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ഈ മോചനത്തിനായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്ക് പിന്തുണ വാഗ്ദാനം ചെയ്യാം. ഒരിക്കൽ കൂടി സിസ്റ്റർ പീതിക്കും സിസ്റ്റർ വന്ദനയ്ക്കും ഈ ഇവിടെ സഭയിലെ സത്യത്തിന്റെ, നേരിന്റെ, നന്മയുടെ ശക്തമായ ആത്മായ മുന്നേറ്റത്തിന്റെ എല്ലാ സ്നേഹാഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് മേരി, ജയ് ജീസസ്. ഈ വലിയൊരു ജനക്കൂട്ടത്തെ കാണുമ്പോൾ ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ക്രിസ്തുവിന്റെ മണവാട്ടികളായ ഞങ്ങളുടെ കന്യാസ്ത്രീകൾ ആ തുടങ്ങി അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. അത് പുറത്തിറങ്ങുവാൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളോട് സഹകരിക്കണം. ഒപ്പം നിങ്ങൾ കാണിക്കുന്ന ഈ സഹകരണവും സ്നേഹവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു. ആർഷഭാരത സംസ്കാരം സ്ത്രീ അമ്മയായും ദേവിയായും ദൈവമായൊക്കെ കണ്ടിരുന്ന സംസ്കാരം ഇന്നത്തെ ഭരണഘടന എവിടെ എത്തി നിൽക്കുന്നു, സ്ത്രീകൾക്ക് എവിടെ സ്വാതന്ത്ര്യം എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ പിതാവും എല്ലാവരും വ്യക്തമായൊരു മറുപടി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. എന്നിരുന്നാലും എനിക്ക് നിങ്ങളോട് ഇവരോട് നന്ദി പറയുക എന്നൊരു കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ലൂക്കോസ് കുന്നത്തൂരച്ചൻ ഇന്ന് ഈ യോഗത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് 24 മണിക്കൂർ പോലും ആയിട്ടില്ല. വളരെ ചെറുപ്പത്തിൻ്റെ ചടുലതയോടെ വളരെ ഊർജ്ജസ്വലനായി നിന്നുകൊണ്ട് ഇത്രയും വലിയൊരു പ്രോഗ്രാം മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുവാൻ മുൻകൈയെടുത്ത ലൂക്കോസ് കുന്നത്തൂരച്ചന് ഈ നിറസദസ്സിൻ്റെ പേരിൽ നന്ദി പറയുകയാണ്. ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യ സംഭാഷണം നടത്തിയ ജോസഫ് പാമ്പ്ലാനി പിതാവ്, സൂര്യൻ ഉദിക്കുന്നോടത്തോളം കാലം നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനവും നമ്മുടെ സഹോദരിമാരും പ്രേക്ഷിത രംഗത്ത് തന്നെയുണ്ടാകും, എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് സഭയോടും സമൂഹത്തോടുള്ള സ്നേഹത്തോടുകൂടി നമ്മളോടുകൂടി ആയിരിക്കുന്നുകൊണ്ടും ഒത്തിരി ബോധ്യങ്ങളുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിച്ച അഭിവന്യ പാമ്പ്ലാനി പിതാവെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ കൂട്ടായ്മയുടെ പേരിൽ നന്ദി പറയുകയാണ്. ആമുഖ സംഭാഷണം നടത്തിയ കുര്യാക്കോസ് മുണ്ടാടനച്ചൻ രക്തസാക്ഷികളുടെ നിണത്താൽ പരിപോഷിക്കപ്പെട്ട സഭയെക്കുറിച്ച് പറഞ്ഞു. ഇത് കണ്ടൊന്നും നമ്മൾ ഭയപ്പെടുകയില്ല, കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് പോകുമെന്ന് ഒരിക്കൽ കൂടി നമ്മളോട് ഉത്ബോധിപ്പിച്ച കുര്യാക്കോസ് മുണ്ടാടനച്ചന് ഈ സദസ്സിൻ്റെ പേരിൽ നന്ദി പറയുകയാണ്. നമ്മുടെ വികാരി ജനറാളും നമ്മുടെ മുൻ വികാരി അച്ഛനുമായ ജിമ്മി പൂറ്റക്കാട്ടച്ഛന് ഈ കൂട്ടായ്മയുടെ പേരിൽ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ്. ഇനി ഇതിൻ്റെ സംഘാടക രക്ഷാധികാരികളായിരുന്ന സേവ്യർ ആവള്ളിയച്ഛൻ, ജോസഫ് പാറക്കാട്ടിലച്ഛൻ, ആൻസൺ തൈപ്പറമ്പിലച്ഛൻ, വൈദിക സമിതി കോർഡിനേറ്റർ ഫാദർ ജോസഫ് പാത്താടൻ, സന്യാസിനി പ്രതിനിധിയായി സംസാരിച്ച സിസ്റ്റർ ആൻസി, ജനറൽ കൺവീനർ സിജോ മാത്യു, ജോയിൻറ്റ് കൺവീനർ പോൾ ചെറുവള്ളിയച്ഛൻ, സിസ്റ്റർ ജോമി, പ്രോഗ്രാം കോർഡിനേറ്റർ ഫാദർ ജോസഫ് പാത്താടൻ, സിസ്റ്റർ ജിസിൻ CMC, മീഡിയ കമ്മിറ്റി അംഗം KM ജോണേട്ടൻ, റിജു കാഞ്ഞുകാരൻ, റോബി പൊട്ടയിൽ, തോമസ് ഇടശ്ശേരി, ലൈറ്റ് ആൻഡ് സൗണ്ട്, ബൈജു കുഞ്ഞവര, ബാസ്റ്റിൻ പാറയ്ക്കൽ, ജോയ് കുരിശിങ്കൽ, ജോബ് ബിബിൻ ആൻ്റണി, റാലി കമ്മിറ്റി വർഗീസ് കിരിയാന്ത്, ജോയിനി കോട്ടയ്ക്കൽ, ഫൈനാൻസ് കമ്മിറ്റി അശ്വിൻ തൈപ്പറമ്പിൽ, മീഡിയ ഫാദർ സാൻജോ പടയാട്ടിൽ, അനീഷ് മണവാളൻ, എല്ലാവരെയും ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹപൂർവ്വം ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തത് നമ്മുടെ ജോസ് പുതിയടത്ത് അച്ഛനാണ്. അച്ഛനും ഈ ജഗത്തിൽ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. അതിലുപരി ഇത്രയും സമയം ഇവിടെ കാത്തിരുന്നു കൊണ്ട് നമ്മുടെ ഈ പരിപാടി വളരെ മനോഹരമായി പൂർത്തിയാക്കാൻ സഹകരിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നതോടൊപ്പം ഈ സിസ്റ്റേഴ്സിന് വേണ്ടി തുടർന്നും നമ്മുടെ പ്രാർത്ഥന ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നീണാൾ വാഴുക പാപ്പ, തിരുസഭയുടെ അധിപൻ പാപ്പ. നീണാൾ വാഴുക പാപ്പ, തിരുസഭയുടെ അധിപൻ പാപ്പ. പാവന നഗരിയിൽ വാണരുളുന്നൊരു പത്രോസിൻ പിൻഗാമി. പാവന നഗരിയിൽ വാണരുളുന്നൊരു പത്രോസിൻ പിൻഗാമി. നീണാൾ വാഴുക പാപ്പ, നീണാൾ വാഴുക പാപ്പ. അപകടമേറും കടലിൽ, തിരമാലകൾ ഉയരും കടലിൽ,